ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് ഇന്നലെ അവൽ വിളയിച്ച് ഉണ്ടാക്കിയാലോ. ആദ്യമായിട്ട് നമ്മളൊരു പാൻ വെച്ച് അതിലേക്ക് നമ്മൾ അവൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 1/4 കിലോ അവലാണ് എടുത്തേക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. ഇത് നമുക്ക് ചൂടാക്കാണ്ട് അവൽ വിളയിച്ചെടുക്കാൻ പറ്റും, പക്ഷെ ചൂടാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ചൂടാക്കി എടുക്കുന്നത്. അവൽ നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ അല്പം നെയ്യ് ഒഴിച്ച് കിസ്മിസും കാഷ്യും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കിസ്മിസ് എടുക്കണമെന്നില്ല, ഓപ്ഷനിലാണ്. ഞാനിവിടെ ആരും കിസ്മിസ് പേഴ്സണലി ഇഷ്ടമായതുകൊണ്ട് അല്പം എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇത് നമുക്ക് ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാനുള്ള കാഷ്യൂ ഒക്കെയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതേ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ കുറച്ച് പരിപ്പ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് എള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എള്ള് പെട്ടെന്ന് അടിയിൽ പിടിക്കും, അതുകൊണ്ട് തുടരെ ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് തേങ്ങ ചിരവിയത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 മുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. അത് ജസ്റ്റ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കുറച്ച് ക്രിസ്പി ആയിട്ട് ഇരിക്കാനാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് ശർക്കരപ്പാനി ഒഴിക്കുന്ന സമയത്ത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താലും മതിയായിരിക്കും. നമ്മൾ ശേഷം അതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ഉരുള ശർക്കര അല്പം ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഉരുക്കി അരിച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ. നമ്മൾ തേങ്ങയിലേക്ക് ശർക്കരപ്പാനി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് തിള വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക. ആ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് 2-3 ചെറിയ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാനി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അവൽ ചേർത്ത് കൊടുക്കാം. അവൽ ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം അവൽ ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും. അതുപോലെ തന്നെ നമ്മൾ മുഴുവൻ അവലും ഒന്നിച്ചിട്ട് കൊടുക്കരുത്. കുറേശ്ശെ ഇട്ടിട്ട് ഇളക്കി യോജിപ്പിച്ച് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിച്ച് ഒരുമാതിരി ഇരിക്കും. അങ്ങനെ നമ്മളുടെ അവൽ വിളയിച്ച് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കാഷ്യൂവും കിസ്മിസും ഒക്കെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.